ഞങ്ങൾ ഇന്ന് പോകുന്നത് കോയമ്പത്തൂർ നഗരത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ മുരുകൻ ക്ഷേത്രമായ മരുതമല മുരുകൻ ക്ഷേത്രത്തിലേക്കാണ്. മരുതമലയിലേക്ക് എത്താൻ ഏകദേശം 800-ലധികം പടികൾ കയറാം. അല്ലെങ്കിൽ ക്ഷേത്രം വരെ ബസ്സിലും ബൈക്കിലും പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ മുകളിൽ ബസ്സിലേക്കാണ് പോയത്. ബസ്സിനായി ക്യൂ കുറച്ച് നീളമുള്ളതാണെങ്കിലും വെയിലിൽ നിൽക്കേണ്ടി വരാത്ത വിധം ഷെഡും മികച്ച ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ കൗണ്ടറിൽ നിന്നും 10 രൂപയുടെ ടിക്കറ്റ് എടുക്കാം. അവിടെ നിന്ന് 2.5 കിലോമീറ്റർ ദൂരമുള്ള മലമ്പാതയിലൂടെ ബസ് ഏതാനും മിനിറ്റുകൾക്കകം മലമുകളിലെത്തും. അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്താൻ ഏകദേശം 150 പടികൾ മാത്രമാണ് കയറാനുള്ളത്. പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റ് സൗകര്യവും ലഭ്യമാണ്. ഞങ്ങൾ പോയതൊരു ഞായറാഴ്ച ആയിരുന്നതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ സൗജന്യ ദർശനവും 50 രൂപയുടെ സ്പെഷ്യൽ ദർശനവും ലഭ്യമാണ്. ഞങ്ങൾ സ്പെഷ്യൽ ദർശനമാണ് എടുത്തത്. തിരക്കുണ്ടായിരുന്നെങ്കിലും ഭഗവാനെ മനസ്സ് നിറഞ്ഞ് ദർശിക്കാൻ സാധിച്ചു. രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും തുടർന്ന് വൈകുന്നേരം 2 മുതൽ രാത്രി 8:30 വരെയുമാണ് ദർശനമുള്ളത്. ക്ഷേത്രത്തിൽ അന്നദാന സൗകര്യവും ലഭ്യമാണ്. ദർശനത്തിന് ശേഷം പ്രസാദമായി ലഭിച്ച പുളിസാദവും ഞങ്ങൾ വാങ്ങി കഴിച്ചു. മരുതമലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കോയമ്പത്തൂർ നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. ഔഷധ ഗുണങ്ങൾക്ക് പേരുള്ള മരുതമരങ്ങൾ ധാരാളമായി വളർന്നിരുന്ന മലയായതിനാലാണ് ഈ സ്ഥലത്തിന് മരുതമല എന്ന് പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം. ഞങ്ങൾ തിരിച്ച് പടികൾ വഴിയാണ് ഇറങ്ങിയത്. നിരപ്പായ വഴികളിലൂടെയുള്ള പടികളായതിനാൽ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ ഒരിക്കലെങ്കിലും മരുതമല മുരുകൻ ക്ഷേത്രം സന്ദർശിക്കാൻ മറക്കരുതേ.